ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു റോള് റെഡിയാക്കിയാലോ. പനീർ ടിക്ക റോൾ, അതാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തി റോളാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് റോള് റെഡിയാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മസാല റെഡിയാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഹാഫ് കപ്പ് കേട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ നമ്മുടെ കോറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല 1 ടീസ്പൂണ്, പിന്നെ കസൂരി മേത്തി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് പനീർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിത് 2 പാക്കറ്റ് പനീറാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ എന്താണെന്നറിയോ, ഈ മസാലയിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ സൈസിലാട്ടോ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് നമ്മുടെ മിക്സിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എന്നെല്ലാം ഒന്ന് സെറ്റായി വന്നോട്ടെ. ഈ ഒരു സൈസിലാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മസാലയ്ക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെടുത്ത പച്ചക്കറികൾ ഇതൊക്കെയാണ്. നല്ല കളർഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് റെഡ് കളറിലും യെല്ലോ കളറും ഗ്രീൻ കളറൊക്കെ ക്യാപ്സിക്കം എടുത്തത്. അതുപോലെ തന്നെ ഒരു 1/2 ഓനിയൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടൊമാറ്റോ. ഇത്രയാണ് കേട്ടോ ഞാൻ പച്ചക്കറികളായിട്ട് ആഡ് ചെയ്യുന്നത്. നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന എന്തും, പച്ചയായിട്ട് കഴിക്കാൻ പറ്റുന്ന എല്ലാ പച്ചക്കറിയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച സാധനത്തിലേക്ക് ഞാനിതാ 1/2 ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഒരു പണിയില്ല കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റോളാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലത്തെ ഡിഷൊക്കെ റെഡിയാക്കുമ്പോഴേ നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതിനൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് ആവുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമ്മുടെ കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് പ്രത്യേകം നമുക്ക് വേറെ അങ്ങ് മനസ്സിലാവും. അപ്പോൾ ഇതുപോലത്തെ ഡിഷിനൊന്നും അത് നമുക്ക് മാച്ച് ആവില്ല കേട്ടോ. അപ്പോൾ ഞാൻ പനീറൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് കുറച്ച് കസ്തൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ കസൂരി മേത്തി ഞാൻ അതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ പച്ചക്കറികളും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ പണി. ഡ്രൈ ആക്കി എടുക്കുന്നു, നമ്മുടെ ചപ്പാത്തിയിലേക്ക് ഇട്ട് റോൾ ചെയ്യുന്നു. നമ്മുടെ പനീർ ടിക്ക റോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമുക്ക്. പച്ചക്കറിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ മതി. ഒരുപാട് കുക്കായി ബുദ്ധിമുട്ടൊന്നും വേണ്ട. പിന്നെ പനീറിന് ഒരുപാട് വേവൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. അപ്പോൾ ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനീർ നല്ലപോലെ റഫാവും കേട്ടോ. ആ സോഫ്റ്റ്നെസ്സൊക്കെ പോവും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആക്കി എടുത്തു ഞാനത്. ഇനി റോളിലേക്ക് നമുക്ക് ചപ്പാത്തിയിലേക്ക് വെച്ചിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഒരു പനീർ ടിക്ക റോള്.